ഞാൻ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ കൂടെ ഇവിടെ ആയിരിക്കാൻ ദൈവം തന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. മോശയെക്കുറിച്ചാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. അതിനോട് ചേർന്ന് ഒരു വേദഭാഗം നമുക്ക് ചിന്തിക്കാം. യൂദയുടെ പുസ്തകം 24-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം, ചിന്തയ്ക്ക് ആധാരമായി. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവനെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിന് തന്നെ സർവകാലത്തിനു മുമ്പും ഇപ്പോഴും സദാകാലത്തോളം തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. വളരെ ശ്രദ്ധേയമായ ഒരു വേദഭാഗമാണ്. വിശുദ്ധ ആരാധന ചിന്തയ്ക്കായി വായിച്ചത്. മുഖവരകളൊന്നും പറഞ്ഞ് സമയം കളയാതെ നേരെ വചനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വേദപുസ്തകത്തിലെ 65-ാമത്തെ പുസ്തകമാണ് യൂദയുടെ പുസ്തകം. വളരെ സൂക്ഷിച്ച് മറിച്ചില്ലെങ്കിൽ വെളിപ്പാടി പോവും, ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ യോഹന്നാനിൽ നിൽക്കും. അങ്ങനെ ഒരു പരുവത്തി കൊണ്ടാണ് ഈ പുസ്തകം വെച്ചേക്കുന്നത്. സ്തോത്രം. ഒരു ചിന്തകൻ പറഞ്ഞത്, ഈ മുങ്ങിത്താഴാൻ തുടങ്ങുന്ന കപ്പലിൽ നിന്ന് ചാടിയവർക്ക് രക്ഷപ്പെടാനിട്ടേക്കുന്ന ലൈഫ് ബോട്ടാണ് ഈ ലേഖനമെന്നാണ്. ഇതിനകത്ത് പിടിച്ച് രക്ഷപ്പെട്ടാൽ നമുക്ക് വെളിപ്പാടി കയറാം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ കയറി വരുവീൻ എന്നുള്ള ശബ്ദം കേൾക്കണമെങ്കിൽ വീഴരുത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ മെസ്സേജിൻ്റെ ആകെ കണ്ടൻസ് വീഴരുത്. അടുത്തിരിക്കുന്ന സഹോദരൻ കൈ കൊടുത്ത് പറഞ്ഞ് വീഴല്ലെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. വീഴാൻ അനുവദിക്കപ്പെട്ടൊരു പ്രായമുണ്ട്. എൻ്റെ മകൻ്റെ കുഞ്ഞ് കഴിഞ്ഞ ദിവസം ഡൈനിങ് ടേബിളിൽ നിന്ന് താഴെ വീണു. ഒന്നും പറ്റിയില്ല. പക്ഷെ ഞങ്ങളുടെ ഒരു അമ്മച്ചി ബാത്റൂമിൽ വീണു, വീണുക്ക ഒടിഞ്ഞു പോയി. സ്തോത്രം. കൊച്ച് ഡൈനിങ് ടേബിളിൽ നിന്ന് വീണ്ടും എന്ത് ചെയ്തില്ല, ഒടിഞ്ഞില്ല. അമ്മച്ചി ബാത്റൂമിൽ വീണതേ ഉള്ളൂ, ഏണ് സഹിതം ഒടിഞ്ഞു പോയി. സ്തോത്രം. അപ്പോൾ വീഴാൻ അനുവദിക്കപ്പെട്ടൊരു പ്രായമുണ്ട്. ആ പ്രായത്തിൽ വീഴണം. അന്നേരം വീണാൽ വലിയ ഒടിവൊന്നും പറ്റത്തില്ല. വീഴാൻ അനുവദിക്കപ്പെടാത്തൊരു പ്രായത്തിൽ വീണാൽ ഡൈനിങ് ടേബിളിൽ നിന്ന് വീണമെന്നില്ല, ബാത്റൂമിൽ വീണാലും. അതുകൊണ്ട് എല്ലാവരോടും ഞാൻ പറയുന്നു, വീഴരുത്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രാർത്ഥനയോടെ അല്പനിമിഷം ദൈവവചനത്തിലേക്ക് പ്രവേശിക്കാം. ഒരു ചിന്ത, ഒരാൾ പറഞ്ഞത്, അയൽ കെട്ടിയാണ് ചത്താലെന്നെ, കയറ് പൊട്ടിയാലെന്നെ, ഒരു നല്ല പുസ്തകം എഴുതിയിട്ടാണല്ലോ ചത്തയെന്ന് പറഞ്ഞു. അയാൾ എഴുതിയതല്ല. സ്തോത്രം. നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വരല്ലേ. അയാൾ പുസ്തകമൊന്നും എഴുതിയില്ല. ഇത് യേശുക്രിസ്തുവിൻ്റെ അർത്ഥ സഹോദരൻ എന്ന് പറയാവുന്ന, എന്ന് പറഞ്ഞാൽ മറിയയിൽ യോസഫിനുണ്ടായ മക്കളിൽ ഒരാളാണ് യൂദ. അദ്ദേഹം എഴുതാൻ ആഗ്രഹിച്ചത് രക്ഷയെക്കുറിച്ചാണ്. അതിന് അദ്ദേഹത്തിൻ്റെ ആയുസ് മുഴുവൻ പരിശ്രമം നടത്തി. അങ്ങനെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേരെ. യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ പിതാവായ ദൈവത്തിൽ. ഞാനായിരുന്നു ഞാൻ പറഞ്ഞത് യേശുക്രിസ്തുവിന്റെ സഹോദരനെന്ന്. പക്ഷെ ഈ മനുഷ്യൻ ഭയപ്പെട്ട് പറയാണ്, യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനും. ഈ യാക്കോബ് യോഹന്നാന്റെ സഹോദരൻ യാക്കോബല്ല, യേശുവിന്റെ സഹോദരൻ യാക്കോബാണ്. അപ്പോൾ താൻ പറയുകയാണ്, തനിക്ക് നേരിട്ട് വേണേൽ പറയാം, യേശുവിൻ്റെ സഹോദരനായ യൂദ എഴുതുന്നെന്ന് വേണേൽ എഴുതാം. പക്ഷേ ഇത് എഴുതിയില്ല കേട്ടോ. അത് എഴുതുകയാണ്, യേശുവിൻ്റെ ദാസനും യാക്കോബിൻ്റെ സഹോദരനുമായ യൂദ പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടു, യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടു. ഒരു സ്തോത്രം പറഞ്ഞേ. ഇന്ന് പകൽ നമ്മളെല്ലാവരും ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടു, അപ്പം തന്നെ യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെടുകയാണ്. സൂക്ഷിക്കപ്പെടുന്നതുകൊണ്ടാണ് പുള്ളി പറഞ്ഞ വീടല്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. അപ്പം ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായ വിളിക്കപ്പെട്ടവർക്ക്, നാട്ടുകാർക്കുള്ള പുസ്തകമേ അല്ല. പ്രൈസ് ദി ലോർഡ്.
ഇത് 101% സഭയ്ക്കകത്ത് പ്രസംഗിക്കേണ്ട പുസ്തകമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വിളിക്കപ്പെട്ടവരായവർക്ക് എഴുതുന്നത് പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായ വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത്, നിങ്ങൾക്ക് കരുണയും സമാധാനവും സ്നേഹവും വർദ്ധിക്കുമാറാകട്ടെ. അടുത്ത വാക്യം. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെ കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ. കണ്ടോ, അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്തായിരുന്നു? രക്ഷയെ കുറിച്ച് എഴുതുക. നിങ്ങൾക്ക് ലഭിച്ച രക്ഷയെക്കുറിച്ച്, പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് എഴുതുവാൻ സകല പ്രയത്നവും ഒരായുസ് മുഴുവൻ കാണിച്ചിട്ട് എഴുതി വന്നപ്പോൾ ഒരിക്കലായി ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തെക്കുറിച്ചായി. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മളെ വിശ്വാസം ഫലമേൽപ്പിച്ചിരിക്കുക, ഒരിക്കലായി ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നമ്മൾ ഏൽപ്പിച്ചപ്പെട്ട വിശ്വാസത്തിന്റെ പേരെന്താണ്? എല്ലാവരും പറഞ്ഞേ, അതിവിശുദ്ധ വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. ഈ IPC ഹെബ്രോൻ സഭയ്ക്കകത്തിരിക്കുന്ന ദൈവമക്കൾ അതിവിശുദ്ധ വിശ്വാസത്തിന് വേണ്ടി വിളിക്കപ്പെട്ടവർ. പ്രൈസ് ദി ലോർഡ്. ഈ കൊച്ചു പുസ്തകത്തിനകത്ത് വീണവരുടെ കഥയാ കൂടുതൽ എഴുതിയേക്കുന്നത്. സ്തോത്രം. എല്ലാം വിവരിപ്പാൻ ഇന്ന് പകൽ നമ്മുടെ മുമ്പിൽ സമയമില്ലെങ്കിലും അതിൻ്റെ 5-ാമത്തെ വാക്യം, സമയത്തിൻ്റെ അപര്യാപ്തതയിൽ 1-2 കാര്യം ഓടിച്ചോർപ്പിക്കാനുള്ള സമയമേ ഉള്ളൂ. ബാക്കി നമ്മുടെ മോൻസ് പാസ്റ്റർ പിന്നീട് വിശദമായിട്ട് ഇവിടെ പഠിപ്പിച്ചോളും. ശക്തനായ ദേവദാസനാണ്. ഒന്ന് വായിച്ചേ. നിങ്ങളോ സകലവും ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും നിങ്ങളെ ഓർപ്പിപ്പാൻ ഞാൻ ഇച്ഛിക്കുന്നത് എന്തെന്നാൽ, കർത്താവ് ജനത്തെ മിസ്രയീമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. നമ്മളിപ്പോ കേട്ടുകൊണ്ടിരുന്ന വചനമാണ്. ശക്തമായ ദേവദാസൻ മോശയുടെ വിളിയെക്കുറിച്ച് ഓർപ്പിച്ചു. എന്തിനാണ് മോശയെ വിളിച്ചത്? ഞാൻ എൻ്റെ ജനത്തിന്റെ കഷ്ടത കണ്ട് വിടുവിപ്പാനായി ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ ദൈവം മിസ്രയീമിൽ നിന്ന് തൻ്റെ ജനത്തെ വിടുവിച്ചു. എന്നിട്ട് ഒന്ന് വായിച്ചേ. വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. വിളിച്ചിട്ട് രക്ഷിച്ച ദൈവം നശിപ്പിക്കുമോ? എൻ്റെ കൂടെ ഒന്ന് വരണേ. നമ്മുടെ ദൈവം രക്ഷിക്കുന്ന ദൈവം അല്ലേ? രക്ഷിക്കുന്ന ദൈവം നശിപ്പിക്കുമോ? സഭ പറഞ്ഞാൽ അത് വലിയ പാപമാണോ? നശിപ്പിക്കത്തക്ക പാപമാണോ അവിശ്വാസം? അതിവിശുദ്ധ വിശ്വാസത്താൽ വിളിക്കപ്പെട്ട നാം അവിശ്വസിച്ചാൽ ഏത് ദൈവം നിന്നെ രക്ഷിച്ചോ ആ ദൈവം തന്നെ നിന്നെ നശിപ്പിക്കും. എൻ്റെ കൂടെ വരണേ. ഭയത്തോട് ഇന്ന് പകൽ നമുക്ക് ദൈവത്തെ ആരാധിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ നിങ്ങളെ പേടിപ്പിച്ചൊന്നും പോത്തില്ല. നമുക്ക് ഇന്ന് പകൽ ആരാധന വെളിപ്പെടും. നമുക്ക് ആരാധിക്കണം. പ്രൈസ് ദി ലോർഡ്. പക്ഷെ കാര്യങ്ങൾ അറിഞ്ഞു വേണം നമ്മൾ ഇന്ന് പകൽ ദൈവത്തെ ആരാധിക്കാൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം തൻ്റെ ജനത്തെ മിസ്രയീമിൽ നിന്ന് വിടുവിച്ചു, രക്ഷിച്ചു. രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. കൊരിന്ത്യർക്ക് പൗലോസ് ലേഖനം എഴുതിയപ്പോൾ 1 കൊരിന്ത്യ ലേഖനം 10-ാം അധ്യായം അതിനകത്ത് വളരെ വിശദമായി 11-12 വാക്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു വിട്ടേരെ. നമുക്ക് സമയത്തിന്റെ അപര്യാപ്തതയുണ്ട്. ഇത് ദൃഷ്ടാന്തമായി ഒന്ന് വായിച്ചോ. ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു. ആർക്ക്? എന്താ അവർക്ക് സംഭവിച്ച? മോളത്തെ വാക്യം വായിച്ചേ. അവരിൽ ചിലർ പിറുപിറുത്തു, സംഹാരിയാൽ നശിച്ചു പോയതുപോലെ നിങ്ങൾ പിറുപിറുക്കരുത്. അതിന്റെ പുറത്തെ ഒരു വാക്യം കൊണ്ട് വായിച്ചേ. 5, 6 ഒക്കെ ഒന്ന് വായിച്ചു. 7 വായിച്ചു. 5 തൊട്ട് വായിച്ചു. എങ്കിലും അവരിൽ മിക്കപേരിലും ദൈവം പ്രസാദിച്ചില്ല. ഞാൻ ഈ മെസ്സേജ് തുടരുന്നതിന് മുമ്പ് ഒന്ന് ചോദിച്ചോട്ടെ. നമ്മളിൽ ഇന്ന് രാവിലെ എന്നിൽ എൻ്റെ ദൈവത്തിന് പ്രസാദമാണ് എൻ്റെ ഈ ആരാധനയ്ക്കുള്ള വരവ്,
എൻ്റെ ഈ ആരാധന, എൻ്റെ വിശ്വാസ ജീവിതം എല്ലാം എൻ്റെ ദൈവത്തിന് പ്രസാദമാണ് എന്ന് മനസാക്ഷിയിൽ ഉറപ്പുള്ള എത്ര പേരുണ്ട്? അത് നിങ്ങളുടെ മനസാക്ഷിയും ദൈവമായിട്ടുള്ള ബന്ധമാണ്. നാട്ടുകാർ പറയേണ്ട കാര്യമല്ല. നാട്ടുകാരെന്തേലുമൊക്കെ പറഞ്ഞോട്ട്, പറയുവോ എഴുതുവോ, അതൊന്നും നമ്മുടെ വിഷയമല്ല. പക്ഷെ നിന്റെ മനസാക്ഷി ഇന്ന് രാവിലെ എന്തു പറയുന്നു? എന്താ എഴുതിയേക്കുന്നേ? അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല, അവരെ മരുഭൂമിയിൽ തെള്ളിയിട്ട് കളഞ്ഞു. ഓ, ഞാൻ ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഒരാൾ എന്നെ പുറകിൽ കൂടെ എന്നെ അങ്ങ് തെള്ളിയിട്ടാൽ എൻ്റെ സ്ഥിതി ഒന്ന് ഓർത്ത് നോക്കി. മരുഭൂമിയിൽ ദൈവം തമ്പുരാൻ അവരെ തള്ളിയിട്ട് കളഞ്ഞു. IPC ഹെബ്രോൻ സഭ ഇത് അറിയാതിരിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതാ വിഷയം. കണ്ടാ, ബാക്കി നിങ്ങൾ ശ്രദ്ധിച്ചോ. ഇത് നിങ്ങൾ അറിയാതിരിക്കരുത്. ഏത്? അവരെ തള്ളിയിട്ട കാര്യം. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഈ പുസ്തകം അങ്ങോട്ട് അവസാനിക്കാൻ തുടങ്ങുമ്പോൾ വേറെ എത്രയോ നല്ല കാര്യങ്ങൾ എഴുതാനുണ്ടായിരുന്നു. 64 പുസ്തകം എഴുതിയിട്ട് വെളിപ്പാടിലോട്ട് കയറാൻ പോയി. ഇവിടെ കയറി വരുവീൻ എന്നുള്ള എഴുതുന്നതിന് മുമ്പ് എന്ത് നല്ല കാര്യം എഴുതി, അതിന് മുമ്പേ എഴുതിയിട്ട് തള്ളി കിട്ടുന്നു. മനസ്സിലാകുന്നുണ്ടോ? പക്ഷെ തള്ളിയിട്ട കാര്യം നിങ്ങൾ അറിയാതിരിക്കരുത്. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവർക്ക് കൊടുത്തതുപോലെ ലോകത്തിൽ ആർക്കേലും ദൈവം വല്ലതും കൊടുത്തോ? വിതയ്ക്കാതെ കൊയ്യാതെ 40 വർഷം കളപ്പുരെ കൂട്ടിവെച്ചിട്ടില്ല. ATM കാർഡ് വെച്ച് പറയ്ക്കണ്ട, ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കണ്ട, വെളുപ്പിനെ ഇറങ്ങി പറക്കുക, അത്രേ ഉള്ളൂ. എന്തോ സംവിധാനമാണ് അത്. ഒരിക്കൽ തുറന്ന ഡോറ് 40 വർഷം അടച്ചില്ല. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പറക്കുക, പൊടിക്കുക, പുഴുങ്ങുക, തിന്നുക. ഫ്രീസറിൽ വെച്ച ഒരു ഐറ്റം ഇല്ല. അങ്ങനെ വെച്ചാൽ കൃമി ഉണ്ടാവും. കർത്താവ് തരുന്ന എല്ലാം പുതിയതാണ്. സ്വത്രം പറഞ്ഞേ. ഈ പഴകിയതൊന്നും കർത്താവ് കൊടുക്കത്തില്ല. എന്നും രാവിലെ പുതിയത്. രാവിലെ തോറും അവന്റെ ദയ. ഒരു സ്വത്രം പറഞ്ഞേ. അവന്റെ പ്രത്യേകത അതാ. നമ്മളുടെ കൂട്ടൊന്നുമല്ല. അവൻ രാവിലെ എന്തെങ്കിലും തരികയാണെങ്കിൽ അത് വളരെ പുതിയത്. എന്നും രാവിലെ. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 2, ഇറച്ചി വേണമെന്ന് പറഞ്ഞപ്പോൾ മോശയ്ക്കത് ഭയങ്കര ടെൻഷനായി. ഇത്രയും പേരും കൂടെ ഇറച്ചി കൊടുക്കാൻ പറഞ്ഞ ചില്ലറ കാര്യമാണ്. അപ്പോൾ അവനെ ആകെ ടെൻഷൻ പിടിച്ചിട്ട് പറഞ്ഞ് പറയാൻ പാടില്ലാത്ത 1-2 പദമൊക്കെ അദ്ദേഹം എന്ത് ചെയ്തു? ഞാൻ നിന്നെ എല്ലാം ഗർഭം ധരിച്ചോ, നിങ്ങളെല്ലാം ഞാൻ പ്രസവിച്ചോ. ഈ ടെൻഷൻ വരുമ്പോൾ ഏത് ഉപദേശിയും പറഞ്ഞു പോകും കേട്ടോ. ടെൻഷൻ പിടിപ്പിക്കാതിരിക്കണം. അല്ലേ പറഞ്ഞു? എൻ്റെ ദാസനായ മോശയെ പോലെ സൗമ്യതയുള്ളവൻ ഭൂമിയിൽ ഇല്ലെന്ന് പറഞ്ഞ മോശ പോലും ടെൻഷൻ പിടിച്ചപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഉടനെ തമ്പുരാൻ പറഞ്ഞു, നീ ശാന്തനാകുക, ചുമ്മാ ടെൻഷൻ പിടിക്കാതെ ഇറച്ചി കൊടുത്താൽ പോരെ. ഇറച്ചി കൊടുത്താൽ നാളെ കൊടുക്കുമെന്ന് പറ. ഓ, ഉടനെ മോശ ദൈവത്തോട് ചോദിക്കുക, എന്തോ വർത്താനായി പറയാം, എന്തോ പറയാൻ. ഇത്രയും പേർക്കും കൂടെ ഇറച്ചി കൊടുക്കാൻ കാട്ടിലെ മൃഗത്തെ എല്ലാം കൂടെ പിടിക്കുമോ? മോശയുടെ നാറിനെ കാട്ടിലെ മൊത്തം മൃഗം പിടിച്ചാൽ ഇവന്മാർക്ക് ഒരു നേരത്തെ ഇറച്ചി കൊടുക്കാനൊക്കെ. ആകാശത്തിലെ പറവയെല്ലാം കൂടെ പിടിക്കുമോ? ഓ, തമ്പുരാൻ പറഞ്ഞു, വാച പഠിക്കാതെ പോയി ദൂത് പറ. ഞാൻ നാളെ ഈ ജനത്തിന് ഇറച്ചി കൊടുക്കുമെന്ന് പറ. വിശ്വാസവീരനായ മോശ പോലും ഇറച്ചി കൊടുക്കുന്ന വിഷയം വന്നപ്പോൾ സംശയിച്ചു, അവിശ്വസിച്ചു. എൻ്റെ കൂടെ വരണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്.
ജനം പറയാണ് അപ്പം കൊടുത്തൊക്കെ ശരിയാ, ഇറച്ചിയും കൂടെ കൊടുക്കാൻ ഈ ദൈവത്തെ കൊണ്ട് കഴിയുമോ? അവർ ദൈവത്തെ അവിശ്വസിച്ചു. ഞാൻ ദൈവത്തെ സ്തുതി. ഇവനെല്ലാം കൂടെ ഇറച്ചി കൊടുക്കാൻ തമ്പുരാന് കാട്ടിലെ മൃഗമെല്ലാം കൂടെ വേണ്ട, ഒരു ലിവ്യാദാനെ തകർത്ത. ഒരു ലിവ്യാദാന്റെ ഇറച്ചിക്ക് ചിറക് മുളപ്പിച്ചിങ്ങോട്ട് വന്നാൽ ഏറ്റവും കുറച്ച് പിടിച്ചവന് 10 പറ കിട്ടിയെന്ന, കൂടുതൽ പിടിച്ചവൻ്റെ എണ്ണയില്ല. അപ്പോൾ 600,000 ഗുണം 10 പറ സമയത്താണ് വീട്ടിൽ പോയി കാൽക്കുലേറ്ററെ കൂട്ടിയാൽ മതി. അല്ലേ പറഞ്ഞേ? നീ വിചാരിക്കുന്ന ഒരു സംവിധാനവും വേണ്ട ദൈവത്തിന് നിന്നെ അനുഗ്രഹിക്കാൻ. സ്തോത്രം പറയണം. ഇന്ന് പകൽ ഞാൻ ദൂത് പറയുമ്പോൾ നിന്റെ സകല കണക്കൂട്ടുകൾക്ക് അപ്പുറത്ത് ഒരു നിമിഷം കൊണ്ട് ഒരു കൊച്ചു കാറ്റിലൂടെ നിന്നെയും നിന്റെ കുടുംബത്തെ അനുഗ്രഹിപ്പാൻ കഴിയുന്ന ഒരു ദൈവം ഇവിടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവരെ കരമൊന്ന് ചേർത്തടിച്ച് ദൈവം മോശയോടൊരു കാര്യം പറഞ്ഞു കാണുമെന്ന് എൻ്റെ കൊച്ചു വിശ്വാസം. തെറ്റുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണം. മോശയോട് പറഞ്ഞാണ്, എടാ മോശേ, എടാ ഈ 600,000 പേരും എന്നെ അവിശ്വസിച്ചോണ്ട് എനിക്ക് സങ്കടമില്ല, പക്ഷെ നീ എന്നെ അവിശ്വസിക്കരുത്. എടാ 1000കണക്കിന് പിള്ളേർ ചത്തൊഴുകിയപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊന്ന് നിന്നെ ഒരുത്തനെ ഞാൻ വലിച്ചെടുത്ത് ആര് കൊല്ലുമെന്ന് പറഞ്ഞു അവന്റെ മടിയിലെത്തി വളർത്തി. നീ എന്നെ അവിശ്വസിക്കല്ലേ. സ്വത്രം പറഞ്ഞേ, നാട്ടുകാരൊക്കെ അവിശ്വസിച്ചോട്ടെ, പക്ഷേ വിടുതൽ പ്രാപിച്ച നീ, സ്വത്രം പറയണം, ദൈവത്തിന്റെ കരുണ അനുഭവിച്ച നീ. മോനെ, ഈ മൈക്കിന്റെ ശബ്ദം പോയോ അതോ എനിക്ക് തോന്നുന്നതാണോ? ആദ്യത്തെ ശബ്ദം തന്നെ കൊടുത്താട്ടെ. പ്രൈസ് ദി ലോർഡ്. ഓലെ ഹല്ലേലൂയ. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഇവിടുന്ന് ക്രമീകരിച്ചാൽ മതി, ഇവിടുന്ന് ക്രമീകരിച്ചാൽ മതി. നല്ല സ്വത്രം പറയണം, നല്ല സ്വത്രം പറയണം. നീ സംശയിക്കല്ലേ. സൗഖ്യം പ്രാപിച്ച നീ സംശയിക്കല്ലേ. വഴി തുറന്ന നീ സംശയിക്കരുത്. നന്മ പ്രാപിച്ച നീ സംശയിക്കരുത്. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് ഉറപ്പുണ്ട് എന്നെ നടത്തിയ ദൈവം? വിശ്വസിക്കുന്നവർ മാത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സമയം ഓടിപ്പോന്നല്ലോ. നിങ്ങൾ അതിൻ്റെ 8ാമത്തെ വാക്യം വായിച്ചേ. 8ാമത്തെ വാക്യം വായിച്ചേ, വേഗത്തിൽ വായിക്കണം. അവരിൽ ചിലർ പരസംഗം ചെയ്ത് ഒരു ദിവസത്തിൽ 23,000 പേർ വീണുപോയതുപോലെ നാം പരസംഗം ചെയ്യരുതേ. അല്ല മക്കളെ, നമ്മൾ വായിച്ചുകൊണ്ടിരുന്ന യൂദയുടെ ലേഖനത്തിലാണ്. നമ്മൾ മറ്റേ കൊരിന്ത്യരുടെ ഒരു വാക്യം നമ്മൾ ഇവർ വീണിനെ കുറിച്ച് വായിച്ചെന്നേ ഉള്ളൂ. നമുക്കിവിടെ വായിക്കേണ്ടത് അങ്ങനെ തന്നെ ഇവരും സ്വപ്നാവസ്ഥയിലായി ജഡത്തെ മലിനമാക്കുകയും കർത്തൃത്വത്തെ തുച്ഛീകരിക്കുകയും മഹിമകളെ ദുഷിക്കുകയും ചെയ്യുന്നു. എന്നാൽ മതി മതി മതി. കർത്തൃത്വത്തെ തുച്ഛീകരിക്കുകയും മഹിമകളെ ദുഷിക്കുകയും ചെയ്യും. ഒന്ന് പറഞ്ഞെല്ലാരും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ മുൻപിൽ നടക്കാനായിട്ട് ദൈവം തിരഞ്ഞെടുത്തത് 3 പേരെയാണ്. മുമ്പിൽ നടക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരെ മുമ്പിൽ നടക്കാവൂ, അല്ലാതെ ആരും കയറി മുന്നിൽ നടക്കരുത്. ആരെയൊക്കെയാണ് മുമ്പിൽ നടക്കാൻ വിളിച്ചേ? ഒന്ന് വായിച്ചോ മീഖയുടെ പുസ്തകം 6:4. മീഖ 6:4. അടിമ വീട്ടിൽ നിന്ന് നിന്നെ വീണ്ടെടുത്തു, മോശയെയും അഹരോനെയും മിര്യാമിനെയും നിന്റെ മുമ്പിൽ അയച്ചു. അപ്പം ദൈവം ഒരു വീട്ടിൽ നിന്ന് 3 പേരെ ലീഡേഴ്സ് ആക്കി. അപ്പം നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം, നിങ്ങളുടെ കുടുംബ സ്വത്താണോ സഭയെന്നൊക്കെ ചോദിക്കാം. ഹലോ, നമുക്ക് വേണേ ചോദിക്കാം, നിങ്ങളുടെ കുടുംബ സ്വത്താണോ സഭ എന്ന് ചോദിച്ചാൽ വിഷമിക്കേണ്ട. അവരെ 3 പേരെ എടുത്തിട്ടുള്ളൂ. എവിടെ നടക്കാൻ? നിങ്ങളുടെ മുഖത്ത് തന്നെ ഒരു മൗളിപ്പ്. മോശയെയും അഹരോനെയും മിരിയാമിനെയും മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ചപ്പോൾ
ജനത്തിന്റെ മുമ്പിൽ നടക്കാൻ ദൈവം തെരഞ്ഞെടുത്തു. എൻ്റെ കൂടെ വരണം, കൂടെ വരണം. പ്രൈസ് ദി ലോർഡ്. ഓർഡർ അനുസരിച്ചാണെങ്കിൽ മിരിയാമിനെയും അഹരോനെയും മോശയും എന്ന എഴുതണ്ടേ. വോട്ടേഴ്സിന്റെ പേരനുസരിച്ചാണ് അങ്ങനെ. അമ്മാമ്മ മൂത്തത്, അഹരോൻ രണ്ടാമത്തേത്, മോശ ഇളയ കൊച്ചൻ. പക്ഷേ എഴുതിയത് ശുശ്രൂഷയുടെ ക്രമം അനുസരിച്ച, വിളി അനുസരിച്ചാ എഴുത്ത്. നിങ്ങൾ മിണ്ടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അമ്മച്ചി ആ ചെറുക്കനെ എടുത്ത് പാല് കൊടുത്ത് വളർത്താനുള്ള ക്രമീകരണമൊക്കെ ചെയ്തതെങ്കിലും അതൊക്കെ വീട്ടിൽ. പക്ഷെ ഇവിടെ ക്രമം മോശയെയും അഹരോനെയും മിരിയാമിനെയും മുമ്പിൽ നടക്കാൻ തിരഞ്ഞെടുത്തു. പുസ്തകത്തിൽ 2 അമ്മാമ്മമാരെ ഓർത്തോണമെന്ന് എഴുതിയിട്ടുണ്ട്. കൃപയാൽ ആണുങ്ങളെ ഓർക്കണമെന്ന് എഴുതിയിട്ടുമില്ല. അതൊന്ന് വായിച്ച ആവർത്തന പുസ്തകം 24:9. എളുപ്പം വായിക്കണം. ഇല്ലേ ആവർത്തനം? മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട ശേഷം നിന്റെ ദൈവമായ യഹോവ വഴിയിൽ വെച്ച് മിരിയാമിനോട് ചെയ്തത് ഓർത്തുകൊള്ളുക. അപ്പം ലോത്തിന്റെ ഭാര്യയെ ഓർത്തോണം, മിരിയാമിനെ ഓർത്തോണം. വഴിയിൽ വെച്ച് ലോത്തിന്റെ ഭാര്യയോടും ചെയ്തു, വഴിയിൽ വെച്ച് മിരിയാമിനോടും ചെയ്തു. രണ്ടും പുതിയ നിയമ വിശ്വാസി ഓർത്തോണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. മിരിയമാര 10 വയസ്സ് പ്രായമുള്ളപ്പോൾ, പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 7-ാമത്തെ വാക്യം. ഇവിടെ 10 വയസ്സുള്ള കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഉണ്ടോ? 10 years old? 10? ആരുമില്ല. 10 വയസ്സുള്ള കൊച്ചിനെ നിങ്ങൾക്ക് അറിയാമല്ലോ. രാജാവിൻ്റെ പുത്രി നിൽക്കുക. ചെന്നപ്പോൾ ന്യായമായി പറയേണ്ടത്, ആൻറ്റി, ചേച്ചി, ഞങ്ങളെ ഈ കുഞ്ഞിൻ്റെ മമ്മിയെ വിളിച്ചോണ്ട് വരട്ടെ എന്നല്ലേ പറയണ്ടേ? അല്ല, ന്യായമായിട്ട് 10 വയസ്സുള്ള കൊച്ചാ. ഈ കൊച്ചിൻ്റെ പരിജ്ഞാനം നോക്കി. മമ്മിയാന്ന് പറഞ്ഞാൽ മമ്മിയുടെ കഴുത്തും പോവും, പപ്പയുടെ കഴുത്തും പോവും. കാരണം രാജകൽപ്പന ലംഘിച്ചേക്കുക, 3 മാസം ഒളിച്ചു വെച്ചേക്കുക, തല പോകുന്ന കേസാ. അതുകൊണ്ട് ഈ കൊച്ചിൻ്റെ പരിജ്ഞാനം നോക്കി. ഞാനൊരു മിസ്രൈമ്യ അടിമയെ വിളിച്ചോണ്ട് വരട്ടെ എന്ന്. ഹലോ. അപ്പൊ ഈ മിരിയാം 10 വയസ്സുള്ളപ്പോഴേ പരിജ്ഞാനമുള്ള കൊച്ച. അത് പറയാൻ വേണ്ടിയാ. നമ്മുടെ 10 വയസ്സുള്ള കൊച്ചാണെങ്കിൽ പായുടെ കീഴിലോട്ട് വേദപുസ്തകം വലിച്ചു കയറി വെക്കുകയും. ഹലോ. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാകുന്നുണ്ടേ? 8-ാമത്തെ വാക്യം. 8-ാമ കന്യക. അപ്പൊ ഇവിടെ 2-ാമത്തെ യോഗ്യത. ഒന്ന് പരിജ്ഞാനമുള്ള കൊച്ചാണ്, 2 അവള് കന്യകയാണ്. എന്നെ നോക്കിയെല്ലാരും. 90-ാമത്തെ വയസ്സിലും മിരിയാം കന്യകയാണ്. 10-ാമത്തെ വയസ്സിലും മിരിയാം. നിങ്ങൾ സ്വോത്രം പറഞ്ഞില്ല. അടിമക്കൊച്ചാന്നും പറഞ്ഞ് കന്യകത്വം നഷ്ടപ്പെടുത്തിയില്ല. എല്ലാരും ഇവിടെ ഉണ്ടല്ലോ അല്ലേ? പ്രൈസ് ദി ലോർഡ്. അതിന്റെ 15-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം ഒന്ന് വായിച്ചേ. 15-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം. അപ്പൊ ഇവിടെ പ്രവാചകിയായിരുന്നു. ഒരു സ്വോത്രം പറഞ്ഞേ. പരിജ്ഞാനം ഉണ്ടായിരുന്നു, കന്യകത്വം കളഞ്ഞില്ല, പ്രവാചകിയായിരുന്നു, തപ്പെടുത്ത് പാട്ടുപാടി നൃത്തം ചെയ്തു. അന്ന് ഓർഗനും ഋതം പാടുമില്ല. അന്ന് ആകെ ഉള്ളൊരു തപ്പ. അത് വായിക്കാൻ വേണ്ടി കയ്യെ ചരട് കെട്ടി ചെറുക്കനെ പുറത്തുനിന്ന് ഇറക്കിയില്ല. ഇവള് തന്നെയാണ് പാട്ടിൻ്റെ ലീഡ് ചെയ്യുന്നത്. നമുക്ക് പാട്ട് പാടണേ ആര് വരണം? പുറത്തുനിന്ന് ആൾ വരണം. അവന് താടിയും വളർത്തി, മുടിയും വളർത്തി, തലയിട്ട് ആട്ടി, 2 റിബണും കെട്ടി അവനെ പാട്ട് നമ്മൾ ആത്മാവിലാവുകയും ചെയ്യും. നമുക്ക് അവൻ വന്നാലേ ആത്മാവ് വരത്തുള്ളല്ലോ.
അവിടെ പിണങ്ങല്ലേ. പക്ഷെ ഈ കൊച്ച് പരിജ്ഞാനമുണ്ട്, കന്യകത്വമുണ്ട്, പ്രവാചകിയാണ്. തപ്പ് കൊട്ടി, വാടകയ്ക്ക് ആളിനെ എടുക്കാതെ തപ്പ് കൊട്ടി ആരാധന ലീഡ് ചെയ്യുന്നോടാ. നിന്റെ കൊച്ചു സ്റ്റേജിൽ പാട്ട് പാടുമ്പോൾ നീ കൂടെ ആരാധിക്കാറുണ്ടോ? പ്രൈസ് ദി ലോർഡ്. നമുക്ക് പാടാൻ വാടകയ്ക്ക് ആള് വേണോ? ലലിയ പറയണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നീ ഇന്റർനെറ്റ് പഠിപ്പിച്ചില്ലെങ്കിലും വീട്ടിൽ കൊച്ചുങ്ങൾക്ക് ഇതൊക്കെ മേടിച്ചു കൊടുത്ത് പഠിപ്പിച്ചോണം ദൈവത്തെ ആരാധിക്കാൻ. വൈകിട്ട് വീട്ടിൽ ഇതൊക്കെ ഒന്ന് കുട്ടി പാടണം. നിന്റെ വീട്ടിൽ ദൈവം ഉണ്ടെന്ന് അറിയട്ടെ നാട്ടുകാർ. ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുക. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, നിങ്ങൾക്കൊരു മുഷിവ് വരുമെന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ വേഗത്തിൽ ഈ കാര്യത്തിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പൊ ഇങ്ങനെ നന്നായിട്ട് ആരാധിക്കുന്ന ആളും മുമ്പിൽ നടക്കാൻ പിടിച്ച ലീഡറിൽ ഒരാളുമാണ് ആര്? മിരിയാം. പക്ഷെ പുള്ളിക്കാരത്തിയെ ഇപ്പോൾ ഒരു ചെറിയ പ്രശ്നം. സംഖ്യാപുസ്തകം 12:1. സംഖ്യ 12:1. മോശ ഒരു കൂശസ്ത്രീയെ വിവാഹം ചെയ്തിരുന്നത് കൊണ്ട് കൂശസ്ത്രീ നിമിത്തം മിര്യാമും അഹരോനും അവന് വിരോധമായി സംസാരിച്ചു. യഹോവ മോശ മുഖാന്തരം മാത്രമേ അരുളി ചെയ്തിട്ടുള്ളുവോ, ഞങ്ങൾ മുഖാന്തരവും അരുളി ചെയ്തിട്ടില്ലയോ എന്ന് പറഞ്ഞു. യഹോവ അത് കേട്ടു. ലീഡേഴ്സിന്റെ ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ പോവാ. സഭയ്ക്കകത്തല്ല. ലീഡേഴ്സ് ആരൊക്കെയാ? മോശ, അഹരോൻ, മിരിയാം. ഞാൻ സ്പീഡിൽ പോകാത്തത് നിങ്ങളിത് ഗ്രഹിക്കണം. സ്തോത്രം. ഇപ്പം മിരിയാം ഒരു പ്രശ്നം വീട്ടിലുണ്ടാക്കുകയാണ്. എന്താണ്? മോശ ഒരു കൂശിയ സ്ത്രീയെ വിവാഹം കഴിച്ച. അപ്പോൾ 2 കല്യാണം കഴിഞ്ഞ് തെറ്റിദ്ധരിക്കല്. ആകെ ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചുള്ള ആ സ്ത്രീ കൂശിയ സ്ത്രീയായിരുന്നു. മിദ്യാനിലെ പുരോഹിതന്റെ മകൾ. പ്രൈസ് ദി ലോർഡ്. തന്നെ 40 വർഷത്തെ പ്രവാസകാലത്ത് അങ്ങനെ സംഭവിച്ചു. ആ ഒന്നേ കിട്ടിയുള്ളൂ. ആ വക 2 പിള്ളേരും ഉണ്ട്. അല്ലാതെ രണ്ടാമത് കിട്ടിയതാണെന്ന് ആരും ധരിക്കരുത്. സ്തോത്രം പറഞ്ഞേ. അപ്പൊ ഇങ്ങനെ പുള്ളി വിദേശത്ത് പോയപ്പോൾ കല്യാണം കഴിച്ചെന്നൊക്കെ നാത്തൂന് അറിയാമെങ്കിലും കണ്ടത് ഈ അടുത്ത കാലത്താണ്. കണ്ടപ്പോൾ ആ സംഭവം ഇതാന്ന് അറിയുന്നത്. മിരിയാം സുന്ദരനായ മോശയുടെ പെങ്ങളല്ലേ? ഹലോ, ദിവ്യ സമുദ്രൻ, ഡിവൈൻ ബ്യൂട്ടി ഉള്ള മനുഷ്യന്റെ പെങ്ങളല്ലേ? അവർക്ക് ആ യഹൂദന്റെ ഒറിജിനൽ സൗന്ദര്യമുണ്ട്. സ്തോത്രം. പക്ഷേ ഈ കൂശിയാസ്ത്രീ എന്ന് പറഞ്ഞാൽ പുസ്തകം തന്നെ പറയുന്നു, ഏത് പയർപൊടി തേച്ചാലും വെളുക്കത്തില്ല. കൂശ്യന്റെ ത്വക്ക് വെളുപ്പിക്കാമോ? അപ്പൊ ഒരു ബ്യൂട്ടി പാർലറിലും കൊണ്ടുപോയാൽ ഈ കാര്യം ശരിയാകത്തില്ല. നിങ്ങൾ മിണ്ടുന്നില്ല. പുസ്തകം തന്നെ പറഞ്ഞേക്കാണ്, എവിടെ കൊണ്ടുപോയാലും സ്ട്രെയിൻ ചെയ്താലും പുരികം പഠിച്ചാലും പുട്ടിയിട്ടാലും ഒന്നും മുഖം എന്ത് ചെയ്യത്തില്ല. എന്നോട് പിണങ്ങല്ലേ. പ്രൈസ് ദി ലോർഡ്. കൂശ്യന്റെ ത്വക്ക് നിനക്ക്, പ്രൈസ് ദി ലോർഡ്, പുള്ളിയുടെ പുള്ളി നിനക്ക് മാറ്റാമോ? അപ്പൊ ഇതൊന്നും മാറ്റാനൊക്കത്തില്ലാത്ത കാര്യം. നമ്മൾ വെറുതെ മെനക്കെടണ്ട. രാവിലെ പ്രാർത്ഥിച്ച് കുളിച്ചിഞ്ഞ് പോന്നാ മതി. ആ സമയം കൂടെ വേദോത്സവമായി. പ്രൈസ്. ഈ ആർട്ടിഫിഷ്യലൊക്കെ ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. സന്തോഷമുണ്ട് ഒരു ഹല്ലേലൂയ പറ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. രാവിലെ ഇവിടെ വരാൻ താമസിച്ച് ഫേസ് ചെയ്യാനാന്നും പറഞ്ഞ് നമ്മുടെ ഉമ്മ ഫേസ് ചെയ്തുകൊണ്ടിരിക്കാതെ ഇനി വരുന്നതല്ലേ. അപ്പൊ ഈ ഇവളെ കണ്ടപ്പോൾ ഈ തടിച്ച ചെറിയും ചീപ്പറങ്ങാത്ത മുടിയും ഈ തടിച്ച ശരീരവും ഇതെല്ലാം കൂടെ കണ്ടപ്പോഴത്തേന് മിരിയാമിനാകെ സങ്കടം. ഇവളാണോ എൻ്റെ നാത്തു? അപ്പൊ യോഗത്തിന് പോയാലും ഒരു കാറേ പോകത്തില്ല, വന്നാലും ഒന്നിച്ചിരിക്കത്തില്ല. സ്തോത്രം. ഇങ്ങനെയൊക്കെ ആയിട്ട് ഹോളി വന്നാൽ വർഷിപ്പ് ലീഡ് ചെയ്യണേൽ ആര് വേണം? മിരിയാം വേണം. തപ്പ് കൊട്ടണേൽ ആര് വേണം? എല്ലാം ഫ്രണ്ടിലെ പുള്ളി. അന്യഭാഷ പുള്ളിയുണ്ട്, വെടിക്കെട്ട് അന്യഭാഷയും പരിപാടിയൊക്കെയാ. ഇനി പാസ് 2 പോയിന്റ് വിട്ടുപോയാൽ അത് മിരിയാം ഏറ്റെടുത്തിട്ട് ബാക്കി പ്രാർത്ഥിച്ചോളും. അതിനെല്ലാം കഴിവുണ്ട്. പക്ഷെ വീട്ടിൽ പുള്ളിക്കാരത്തി ഭയങ്കര പോരുക. അപ്പൊ ഈ മിരിയാമിന് 2 മുഖമുണ്ട്. നമുക്കതില്ലല്ലോ. ഒരു സ്തോത്രം പറഞ്ഞ്. നിങ്ങൾ മിണ്ടുന്നില്ല. ഇവിടെ ഒരു ആത്മീയത്തിയുടെ മുഖവും
വീട്ടിലൊരു നാത്തൂന്റെ മുഖവും നമുക്കുണ്ടോ? ആരും മിണ്ടുന്നില്ല. എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായല്ലോ. Praise the Lord. മനസ്സിലാകുന്നുണ്ടേ? ഇവൾ ഒറ്റയ്ക്ക് പയറ്റിയിട്ട് വീട്ടിൽ കളി നടക്കുന്നില്ല. അതിന് അവൾ ആരെ കൂടെ കൂട്ടുപിടിച്ചു? അഹരോനെ കൂടെ. ശ്രദ്ധിച്ചോണം. ഒറ്റയ്ക്ക് പോരാടി മോശയ്ക്ക് നേരെ ജയിക്കാൻ കഴിയത്തില്ലെന്ന് കണ്ടപ്പം വീട്ടിൽ തന്നെ ഒരു യൂണിയൻ. അച്ചാനും അമ്മാമ്മയും ഒരു കെട്ടായി, മോശ ഒറ്റപ്പെട്ടു. ഇതൊന്നും മോശ അറിയുന്നുമില്ല. അറിഞ്ഞാലും മോശയ്ക്ക് ഇതൊന്നും എന്തല്ല. പുള്ളി മരുഭൂമി കിടന്ന് ജീവിതം പഠിച്ചു വന്ന സ്വതന്ത്രം പറ. എടാ, മരുഭൂമി കിടന്ന് ജീവിതം പഠിച്ചവൻ ഇതൊന്നും ഒരു വിഷയമല്ല. ജീവിതത്തിന്റെ പരിപരുത്ത അനുഭവത്തിൽ കൂടെ 40 വർഷം തനിച്ച് നടന്നവന് ഈ പോരൊന്നും ഒരു വിഷയമേ അല്ല. നല്ല അല്ലരിയെ പറഞ്ഞാട്ട് അതിനാ നിന്നെ അതുവഴിയൊക്കെ നടത്തിയത്. ചില പ്രതിസന്ധികളുടെ മുമ്പിൽ നീ പതറാതിരിക്കാൻ ദൈവം നിന്നെ ചില വഴികളിലൂടെ നടത്തുകയാ. ഏറ്റെടുക്കുന്നവര് മാത്രം ആ കരമൊന്നടിച്ച് ഒരു നിമിഷം ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ആരാധിച്ച് ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചേ, മോശ ഇതൊന്നും അറിഞ്ഞില്ല. മോശയ്ക്ക് വിഷയമല്ല. പക്ഷെ വീട്ടിൽ അഹരോനും മിരിയാം ഒറ്റക്കെട്ടായിട്ട് ഇപ്പം നീ എന്തിനാടാ ഈ കറുത്ത പെണ്ണിനെ പോയി കെട്ടിയത്, കൂശാസ്ത്രീയെ കെട്ടിയത് എന്നൊക്കെ ചോദിക്കേണ്ടതിന് പകരം അവിടെ തൊടാതെ ശുശ്രൂഷ കയറി പിടിച്ചു. ശുശ്രൂഷ ഇതുമായിട്ട് വല്ല ബന്ധമുണ്ടോ? കുടുംബജീവിതവും ശുശ്രൂഷയായിട്ട് വല്ല ബന്ധമുണ്ടോ? പക്ഷെ ഇപ്പം മിരിയാം എവിടെ കയറി പിടിച്ചു? പ്രശ്നം എന്തുവാ? മിരിയാം ഈ കൂശാസ്ത്രീ. പക്ഷെ ഇപ്പൊ പിടിച്ചേക്കുന്ന എവിടാ? നിനക്ക് മാത്രമേ ശുശ്രൂഷയുള്ളൂ, നിന്നെ മാത്രമേ ശുശ്രൂഷ ദൈവം ഏൽപ്പിച്ചുള്ളൂ, ഞങ്ങൾക്കും തന്നിട്ടില്ലേ, നിന്നോടെ ദൈവം സംസാരിക്കാറുള്ളൂ. ഇതും ഈ കല്യാണവും വല്ല ബന്ധമുണ്ടോ? പറയെല്ലാരും മനസ്സിലാകുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഉള്ളിന്റെ ഉള്ളിലെ വിഷയം കൂശാസ്ത്രീയ. പക്ഷെ ഇപ്പം വിഷയം ശുശ്രൂഷ കയറി തൊട്ടേക്കുക. മനസ്സിലാകുന്നുണ്ടേ? മഹിമയെ ദൂഷിച്ചു, കർത്തൃത്വത്തെ തുച്ഛീകരിച്ചു. വാക്ക് നിങ്ങൾ മറക്കല്ലേ. മിരിയാമും അഹരോനും മഹിമയെ ദൂഷിച്ചു, കർത്തൃത്വത്തെ തുച്ഛീകരിച്ചു. മോശയുടെ കൃപ ദൈവം കൊടുത്തതാ. കൃപ ലഭിച്ചവനെ ബുദ്ധിമുട്ട് വരുന്നത് കൃപ കൊടുത്തവന് വലിയ പ്രശ്നമാണ്. ലഭിച്ചവന് പ്രശ്നം ഇല്ലെങ്കിലും എൻ്റെ കൂടെ വരണം. കൃപ ലഭിച്ച മോശയ്ക്ക് വലിയ പ്രശ്നം ഇല്ലെങ്കിലും കൃപ കൊടുത്ത ദൈവത്തിന് വലിയ പ്രശ്നമാണ്. മനസ്സിലാകുന്നുണ്ടേ? അപ്പൊ കൃപ കൊടുത്തവൻ ഇത് കേട്ടു. അടുക്കളയ്ക്കകത്ത് രഹസ്യമായി ആങ്ങളെയും പെങ്ങളും പറഞ്ഞത് സ്വർഗത്തിലെ ദൈവം കേട്ടെന്ന് അങ്ങനെ എഴുതിയേക്കുന്നേ. ഒന്ന് വായിച്ചേ. ദൈവം അത് കേട്ടു. ഒരു സ്വോത്രം പറഞ്ഞേ. എല്ലാരും പറഞ്ഞു യഹോവ അത് കേട്ടെന്ന് പറഞ്ഞു. പിന്നെ നീ രഹസ്യമായി പറഞ്ഞതായിരിക്കും, പക്ഷെ യഹോവ അത് കേട്ടു. ഏത് കേട്ടു? കർത്തൃത്വത്തെ തുച്ഛീകരിക്കുന്നത്, മഹിമയെ ദുഷിക്കുന്നത്. യഹോവ അത് കേട്ടു. അടുത്ത വാക്യം. മോശ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു. പെട്ടെന്ന് യഹോവ മോശയോടും അഹരോനോടും മിരിയാമിനോടും അസംബ്ലി വിളിച്ചു. അസംബ്ലി പങ്കെടുത്തിട്ടുണ്ടോ? ഹൈസ്കൂളിലൊക്കെ പഠിച്ചവർക്ക് അസംബ്ലി വിളിച്ച് തലേദിവസം വഴക്കുണ്ടാക്കിയവനെ ഹെഡ് മാസ്റ്റർ പറയും, ഇപ്പോൾ PC ചെറിയ മുന്നോട്ട് കയറി നിൽക്കാൻ പറയും. അപ്പൊ ചൂരിൽ പുറകെ വെച്ച് ഇങ്ങനെ ആട്ടിക്കൊണ്ടാണ് വിളിക്കുന്നത്. മിന്നെ വെക്കത്തില്ല ചൂരിൽ പുറകിലായിരിക്കും. ഹലോ, അസംബ്ലി പങ്കെടുത്തിട്ടില്ലേ? നമ്മുടെ നിയമസഭയുടെ കാര്യമല്ല ഞാനീ പറയുന്നത്, സ്കൂളിന്റെ അസംബ്ലി. യഹോവയായ ദൈവം ഇറങ്ങി വന്നു. 3 പേരെ വിളിച്ചു. ലീഡേഴ്സ് മോശ, അഹരോൻ, മിരിയാം മുന്നോട്ട് വരാൻ പറഞ്ഞു. മുന്നോട്ട് വന്നു. മോശ അവിടെ നിൽക്ക്, മിരിയാം അഹരോൻ കയറി നിൽക്കാൻ പറഞ്ഞു. വായിച്ചേ. നിങ്ങൾ മൂവരും സമാഗമന കൂടാരത്തിങ്കൽ വരുവീൻ എന്ന് കൽപ്പിച്ചു. അവർ മൂവരും ചെന്നു. യഹോവ മേഘസ്തംഭത്തിൽ ഇറങ്ങി കൂടാരവാതിൽക്കൽ നിന്നു. അഹരോനെയും മിരിയാമിനെയും വിളിച്ചു, മുന്നോട്ട് വിളിച്ചു. അവർ ഇരുവരും അങ്ങോട്ട് ചെന്നു.
പിന്നെ അവൻ അരുളി ചെയ്തത്, എന്റെ വചനങ്ങളെ കേൾപ്പീൻ. നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടെങ്കിൽ യഹോവയായി ഞാൻ അവന് ദർശനത്തിൽ എന്നെ വെളിപ്പെടുത്തുകയും സ്വപ്നത്തിൽ അവനോട് അരുളി ചെയ്യുകയും. ഇവരുടെ ഒന്നാമത്തെ ചോദ്യത്തിന്റെ മറുപടി പറയുക. കർത്താവ് നീതിയുള്ളവനാണ്. ഇവരുടെ ഒന്നാമത്തെ ചോദ്യം എന്തുവാ? നീ മാത്രമേ ഉള്ളൂ ഉപദേശി, നിന്നെ മാത്രമേ ശുശ്രൂഷ ഏൽപ്പിച്ചുള്ളൂ, ഞങ്ങളെയും വിളിച്ചിട്ടില്ലേ എന്നുള്ള ചോദ്യമല്ലേ? അതിന്റെ മറുപടി ആദ്യം അസംബ്ലി വിളിച്ചു, 3 പേരെ മുന്നോട്ട് വിളിച്ചു, 2 പേരെ കയറ്റി നിർത്തി. അവരുടെ ചോദ്യത്തിന്റെ മറുപടി, അടുക്കളയെ പറഞ്ഞതിന്റെ മറുപടി, ഞാനൊരു പ്രവാചകനോടോ പ്രവാചകിയോടോ സംസാരിക്കുകയാണെങ്കിൽ ഡയറക്റ്റ് സംസാരിക്കാറേ ഇല്ല. സ്വപ്നത്തിലൂടെയോ ദർശനത്തിലൂടെയോ ഞാൻ അവരോട് സംസാരിക്കാറേ ഉള്ളൂ. ഇതെല്ലാം കുറിച്ച് വെച്ചോണേ. ഒരു പ്രവാചകനോടോ പ്രവാചകിയോടോ ദൈവം സംസാരിച്ചാൽ ഒന്നേ സ്വപ്നത്തിൽ കൂടെ, അല്ലെങ്കിൽ ദർശനത്തിൽ കൂടെ. പക്ഷേ എൻ്റെ ദാസനായ മോശയോട് അങ്ങനെ അല്ല. ചോദ്യത്തിന്റെ മറുപടിയാ. ചോദ്യം എന്നാ? ഇവന് മാത്രമേ ശുശ്രൂഷ ഉള്ളൂ. അതിന്റെ മറുപടി പറയാണ്, വായിച്ചേ. അവൻ എന്റെ ഗ്രഹത്തിലൊക്കെയും വിശ്വസ്തനാകുന്നു. അവനോട് ഞാൻ അരുളി ചെയ്യുന്നത് മറപൊരുളായിട്ടല്ല. സ്വപ്നത്തിൽ കൂടെയും ദർശനത്തിൽ കൂടെ അല്ല, കറക്റ്റ് നേരിട്ട് പറയാ. മറപൊരുളായിട്ട് ഞാൻ അവനോട് ഇന്ന് വരെ സംസാരിച്ചിട്ടില്ല. ഞാൻ എങ്ങനെ പറയുന്നത്? അഭിമുഖമായിട്ടും ഫേസ് ടു ഫേസ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഇന്ന് പകൽ കേൾക്കാൻ എത്ര പേർ കൊതിയുണ്ട് മുഖാമുഖം സംസാരിക്കുന്നത്? കൈ ഉയർത്തി നല്ല ഹല്ലേലൂയ പറയണം. ബന്ധങ്ങളുടെ വ്യത്യാസം അറിയണം. എനിക്ക് പ്രവാചകനോട് ബന്ധമുണ്ട്, പക്ഷെ അത് സ്വപ്നത്തിൽ കൂടെയുള്ള ബന്ധമാണ്. എനിക്ക് പ്രവാചകയോട് ബന്ധമുണ്ട്, അത് ദർശനത്തിൽ കൂടെ ബന്ധമാണ്. പക്ഷെ മോശയോട് ആ ബന്ധമല്ല. ഞങ്ങൾ തമ്മിൽ മുഖാമുഖം. ഹല്ലേലൂയ പറഞ്ഞേ. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അങ്ങനെ ആയിരിക്കെ എന്റെ ദാസനായ മോശയ്ക്ക് വിരോധമായി സംസാരിപ്പാൻ നീ ശങ്കിക്കാഞ്ഞതെന്ത്? വായിച്ച വാക്യം. അങ്ങനെ ഇരിക്കെ നിങ്ങൾ എന്റെ ദാസനായ മോശയ്ക്ക് വിരോധമായി സംസാരിപ്പാൻ ശങ്കിക്കാഞ്ഞത് എന്ത്? യഹോവയുടെ കോപം അവരുടെ നേരെ ജ്വലിച്ചു. അവൻ മറഞ്ഞു. ഇത്രയേ ഉള്ളൂ. നമ്മൾ കർത്താവ് ഇങ്ങനെ ഒത്തിരി കാര്യമൊന്നും പറഞ്ഞുകൊണ്ട് നിൽക്കത്തൊന്നുമില്ല. കാര്യം പറഞ്ഞു, കർത്താവ് മറന്നു. പെട്ടെന്ന് മിരിയാം അമ്മയുടെ ഉദരത്തിൽ കിടന്ന് ചത്ത ചാപിള്ള പുറത്തു വരുന്നത് പോലെ ഒരു നിമിഷം കൊണ്ട് വെളുത്ത്, ഹിമം പോലെ വെളുത്ത് അഴുകിയ ശരീരമായി. എൻ്റെ കൂടെയാണോ എല്ലാവരും? പ്രൈസ് ദി ലോർഡ്. എന്താ കുറ്റം? മഹിമയെ ദൂഷിച്ചു, കർത്തൃത്വത്തെ തുച്ഛീകരിച്ചു. നീ കുത്തിയിരുന്ന് എഴുതുകയൊക്കെ ചെയ്യുമ്പോൾ ഓർത്തോണം, പേപ്പറും പേനയും നിന്റെ സ്വന്തമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ പറയണം. ഈ പുസ്തകമാണ് നീ വായിക്കുന്നതെങ്കിൽ ധൈര്യമായിട്ടിരുന്നു. ഈ പുസ്തകമാണ് പ്രസംഗിക്കുന്ന ധൈര്യമായിട്ടിരുന്നു. ഹല്ലേലൂയ. സ്വർഗം ഇടപെടുമെന്ന്. സ്വർഗം ഇടപെടും. ഒറ്റ നിമിഷം കൊണ്ട് ഇവൾ ആരായി മാറി? 10ാമത്തെ വാക്യം. മിരിയാം ഹിമം പോലെ വെളുത്തു, കുഷ്ഠരോഗിണിയായി. അഹരോൻ മിരിയാമിനെ നോക്കിയപ്പോൾ അവൾ കുഷ്ഠരോഗിണിയായി എന്ന് കണ്ടു. രോഗിണി എന്ന് കണ്ടു. അടുത്ത വാക്യം. അഹരോൻ മോശയോട്, അയ്യോ യജമാനനെ. ഇച്ചിരി മുമ്പ് എന്തുവാ വിളിച്ചേ? അയാൾക്ക് മാത്രമേ ശുശ്രൂഷയുള്ളൂ, നിന്നെ മാത്രമേ വിളിച്ചുള്ളൂ. അപ്പോൾ നീയെന്ന് വേടാന്നും അയാളെന്ന് വിളിക്കാനുള്ള പ്രായം അവർക്കാണല്ലോ. പ്രായം കൊണ്ട് മൂത്തതല്ലേ. പക്ഷെ നീയെന്നും അയാളെന്ന് വേടാന്നും ഒക്കെ വിളിച്ച് അവർ തന്നെ ഇപ്പം ഒറ്റ നിമിഷം കൊണ്ട് എന്തോ വിളിച്ചു? നമ്മൾ ചുമ്മാ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. ദുഷിച്ച നാവ് കൊണ്ട് യജമാനനെ എന്ന് വിളിപ്പിക്കുന്ന ദൈവം. എല്ലാരും സന്തോഷമാണ്. കൈ അടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഏത് നാവ് കൊണ്ട് നിന്നെ ദൂഷിച്ചോ അതേ നാവ് കൊണ്ട് നിന്നെ യജമാനനെ എന്ന് വിളിപ്പിക്കുന്ന ഒരു ദൈവമാണ് നിന്നെ കൃപയിലേക്ക് വിളിച്ചതെന്നോർത്ത് കരമടിച്ചിന്ന് പകൽ ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ദൈവത്തെ ഭയത്തോടെ സേവിക്കണം. ഹല്ലേലൂയ. ഞാൻ വേഗം നിർത്താം. നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവരുടെ വീട്ടിലെ പ്രശ്നം എന്തുവാ?
ഇവരുടെ വീട്ടിലെ പ്രശ്നം എന്തുവാ? കറുത്ത നാത്തൂൻ എന്നുള്ളതേ ഉള്ളൂ. കൂശി ആ സ്ത്രീയുടെ നിറം എന്താണ്? കറുപ്പാണ്. മിരിയമാരാണ്? വെളുപ്പാണ്. സ്തോത്രം. അപ്പം വെളുത്ത അമ്മാമ്മയുടെ പ്രശ്നം കറുപ്പുള്ള അമ്മാമ്മയാണെങ്കിൽ തമ്പുരാൻ ഈ കറുപ്പങ്ങ് മാറ്റി ആ കൊച്ചിനെ അങ്ങ് വെളുപ്പിച്ചാൽ പോരെ? ഒരു പരിഹാരം. വീട്ടിലെ പ്രശ്നം മൊത്തം തീരത്തില്ലേ? ഹലോ. പക്ഷെ കർത്താവ് ആ കൊച്ചിനെ വെളുപ്പിക്കാതെ ഈ വെളുത്തോളെ ഒന്നുകൂടെ അങ്ങ് വെളുപ്പിച്ചു. അല്ലേ പറയണം? ആ കർത്താവ് വെളുപ്പിക്കാൻ തുടങ്ങിയ മൊത്തം വെളുപ്പിച്ചു കളയും. പിന്നെ അതിനു വേണ്ടി 21 നിന്നിട്ട് കാര്യമില്ല. വെളുപ്പിച്ചത് കർത്താവല്ലേ. കുടുംബം വെളുപ്പിക്കുമെന്ന്. പിന്നെ എൻ്റെ കൂടാണോ? ദൈവം വെളുപ്പിക്കാൻ അവസരമൊന്നും കൊടുത്തേക്കല്ല. ഹല്ലേലൂയ. ദൂതാ കേട്ടോ, എനിക്കൊന്നും അറിയത്തില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽ വീഴാതെ തന്റെ മഹിമയുള്ള സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ അതീവ ഗൗരവത്തോടെ ഈ വചനം ഏറ്റെടുക്കുന്നവർ കരമുയർത്തി ഒരല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, വീഴരുത്. എന്തു സംഭവിച്ചു? ഇവളെ കൊണ്ടുപോയി പാളയത്തിന് പുറത്തു കൊണ്ട് അടച്ചിട്ടു. ചലിച്ചുകൊണ്ടിരുന്ന മേഘം നിശ്ചലമായി. കത്തിക്കൊണ്ടിരുന്ന അഗ്നിസ്തംഭം നിശ്ചലമായി. കൂടാരങ്ങളുടെ കുറ്റി ഉറച്ചു. വാഗ്ദത്ത കനാനിലേക്കുള്ള യാത്ര സ്റ്റക്കായി. ഒരു വീട്ടിലെ ഒരമ്മാമ്മയുടെയും അച്ചാന്റെയും കൂടെ ഇടപെടൽ ഒരു ജനത്തിന്റെ കനാൻ യാത്ര മുടങ്ങി. ഓ ജീസസ്. അതെഴുതിയിട്ടും യൂത എഴുതുകയാണ്, വീഴരുത്. ഹലോ, വാക്യത്തിന്റെ അർത്ഥം മനസ്സിലാകുന്നുണ്ടോ? ഒരമ്മാമ്മ വിചാരിച്ചാൽ കനാൻ യാത്ര മുടങ്ങും. ഒരമ്മാമ്മ വിചാരിച്ചാൽ മേഘസ്തംഭം മുടങ്ങും. 7 ദിവസം എല്ലാം നിശ്ചലമായി. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നീ കാരണം ആരുടെയും സിയോൻ യാത്ര മുടങ്ങരുത്. സന്തോഷമുണ്ടെങ്കിൽ കരമടിച്ച് ദൈവത്തെ സ്തുതിക്കട്ടെ. കൃപയിലേക്ക് വിളിച്ച നീ കാരണം ആരുടെയും കനാൻ യാത്ര മുടങ്ങരുത്. ഇന്ന് പകൽക്കാലം ആത്മാവ് സഭയോട് ദൂത് പറയുകയാ. ഏറ്റെടുക്കുന്നവർ മാത്രം കരമടിച്ച് ഈ പകൽ ദൈവത്തെ സ്തുതിച്ചാരാധിക്കട്ടെ. ആഴമായൊരു ഇടപെടലുകൾ ഉണ്ടക രമന രഗതേ റൗഡേ അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ ആത്മാവിൽ ഒരു നിമിഷം പ്രതികരിച്ച് ആരാധിക്കട്ടെ. നിങ്ങൾക്ക് കേൾക്കണ്ടേ? അകനവും പോയി കാക്കൽ വീണു. യജമാനനെ, അവള് നശിക്കാതിരിക്കാൻ നീ എന്ത് ചെയ്യണം? ഒന്ന് പ്രാർത്ഥിക്കണം. ഈ മോശ ഒരു ഐറ്റപ്പടിയാണ്. ഈ എൻ്റെ ദാസനായ മോശയെ പോലെ എന്ന് പറയാൻ കാരണം ഇത് കേട്ടപ്പോഴേ പുള്ളി അങ്ങ് വീണു. നെടുമ്പാട് ആരുടെ കാക്കല്? അവന്റെ കുറ്റം പറഞ്ഞാൽ ഈ പ്രശ്നം ഉണ്ടായേക്കുന്നത്. പക്ഷെ പുള്ളിക്ക് തോന്നുന്നു എന്തല്ല പ്രശ്നമല്ല. പുള്ളിക്ക് വേണ്ടി നെടുമ്പാട് വീണു. അതാ യഥാർത്ഥ ദൈവകൃപ. അപ്പൊ തമ്പുരാൻ പറഞ്ഞു, മോനെ ഞാൻ വായിന്ന് ഊണ് കളഞ്ഞ കേസാ. അത് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? വെളിപ്പാട് പുസ്തകത്തിലേ ഞാൻ വായിന്ന് തുപ്പിക്കളഞ്ഞാന്നുള്ള ഊണ് കളഞ്ഞാന്ന് പറഞ്ഞത്. എടാ, ഒരപ്പൻ മകളെയോ മകനെയോ തുപ്പിയാൽ അവൾ 7 ദിവസം അശുദ്ധയാ. വായിച്ചിട്ടുണ്ടോ? പിന്നെ വീട്ടിൽ പോയി വായിച്ചാൽ മതി. ഇത് ഞാൻ തുപ്പിയ കേസാ, അവിടെ കിടക്കട്ടാന്ന് പറഞ്ഞത് 7 ദിവസം. തമ്പുരാൻ വായി നിന്നെ തുപ്പിക്കളഞ്ഞാണോ? ഹലോ. ഓ, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ ഒരു മർമ്മം പഠിപ്പിച്ചു പാസ്റ്ററെ. മോശ കവണു വീണാലും ഒരു കാലപരിധി നിശ്ചയിച്ചാൽ ആ പരിധിക്കകത്ത് വിടുതലില്ല. ദൈവം നിശ്ചയിച്ചൊരു ടൈമുണ്ട്.
ആ ടൈം വരെ മോശ ഇടപെട്ടാലും ഹോ ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പൊ തമ്പുരാൻ പറഞ്ഞു, നീ കവട് വീണുകൊണ്ട് ദിവസത്തിന്റെ എണ്ണം കുറച്ചേക്കാം, ഒരു 7 ദിവസം. ഞാൻ തുപ്പിയ കേസാ 7 ദിവസം. പ്രൈസ് ദി ലോർഡ്. ഈ 7 ദിവസത്തിന്റെ കുഴപ്പം മനസ്സിലായോ? യാത്ര മുടങ്ങി, മേഘസ്തംഭം സ്റ്റക്കായി, അഗ്നിസ്തംഭം സ്റ്റക്കായി, കൂടാരക്കുറ്റി ഉറച്ചു, ചലനം നിന്നു, സഭയുടെ യാത്ര മുടങ്ങി. ഏറ്റെടുത്തോണം കേട്ടോ. ആരോടൊന്നും എനിക്കറിയാം, ഏറ്റെടുത്തോണം. കാലം നീ കാരണം സഭയുടെ യാത്ര മുടങ്ങരുത്. ഇന്ന് രാവിലെ ഹല്ലേലൂയ, സിയോൻ യാത്രക്കാരാ, നിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഒരു വാക്കുകൊണ്ട് ജനത്തിന്റെ യാത്ര മുടങ്ങരുത്. 7 ദിവസം കഴിഞ്ഞ് സൗഖ്യമായി. വീണ്ടും മേഘം ചലിച്ചു, അഗ്നിസ്തംഭം ചലിച്ചു, കൂടാരക്കുറ്റി ഊരി, യാത്ര മൂവ് ചെയ്തു. പക്ഷെ അടുത്ത പർവ്വതത്തിൽ ചെന്നു. അടുത്ത പർവ്വതം കയറുമ്പോൾ ഇപ്പോഴത്തെ ഒരു പുതിയ അസുഖമാണ് ഈ കോവിഡ് വന്നേ പിന്നെ 3 ഇഞ്ചക്ഷനൊക്കെ എടുത്ത പിള്ളേരെല്ലാം കുഴഞ്ഞു വീണ് ചാകുക. കണ്ടോ? പുതിയ രോഗത്തിന്റെ പേര് എന്താണ് പറഞ്ഞെല്ലാവരും? ആദ്യമായിട്ട് കേൾക്കുവാണ് കുഴഞ്ഞു വീണ് മരിക്കുക. മിരിയാം ആ പർവ്വതം കയറുമ്പോൾ കുഴഞ്ഞു വീണ് മരിച്ചു. നിങ്ങളതിന് കാർഡിയാക് അറസ്റ്റ് എന്നോ ഹാർട്ട് അറ്റാക്ക് എന്നോ കോവിഡിന്റെ സൈഡ് എഫക്റ്റ് എന്നോ എന്തോ പേരിട്ട് എനിക്ക് കുഴപ്പമില്ല. പക്ഷെ അമ്മാമ്മ കുഴഞ്ഞു വീണ് മരിച്ചു. എവിടെ പാനാ വിളിച്ചേ? കനാനി പാൻ. പക്ഷെ അമ്മാമ്മ എവിടെ വീണു പറ? അത് എഴുതിയിട്ട് യൂത പറയാണ്, നിങ്ങൾ വീടല്ലേ, എൻ്റെ കൂടെ ആണോ? അമ്മാമ്മ വീണു. ആരാ അമ്മാമ്മ? ജനത്തിന്റെ മുമ്പിൽ നടക്കാൻ വിളിച്ച ലീഡർ, കന്യക, പ്രവാചകി, വർഷിപ്പ് ലീഡർ, തപ്പ് കൊട്ടുന്ന ആള്, പരിജ്ഞാനമുള്ള കൊച്ച്. പക്ഷെ അങ്ങ് ചെന്നില്ല, വീണു. അകരം ഭയങ്കര പുള്ളിയാ കേട്ടോ. എല്ലാം കൂട്ടിക്കൊടുത്ത് ഇളക്കിയിട്ട് പുള്ളി പരുവത്തിന് മാറിക്കളയും. ഒരിക്കലും പുള്ളിയെ പിടികിട്ടത്തില്ല. ഈ അമ്മാമ്മ ഇളക്കിയതിനകത്തല്ല ആരുണ്ട്? അകരമുണ്ട്. പക്ഷെ പിടിക്കപ്പെട്ടപ്പോൾ ആര് പിടിക്കപ്പെട്ടു? അതാ മിടുക്കന്മാരുടെ ലക്ഷണം. ഇതെല്ലാം ഇണക്കി കൊടുക്കുന്ന പുറകുന്നവനാ. പക്ഷെ സമയത്ത് വരുമ്പോൾ പാവം മിരിയാൻ പിടിക്കപ്പെടുകയും ചെയ്തു. അകരോൻ പുള്ളി ധൂപക്കുറ്റിയായിട്ട് പിന്നെയും ഫ്രണ്ടിലുണ്ട്. എല്ലാവരും എൻ്റെ കൂടെ ആണേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പക്ഷെ അടുത്ത പർവ്വതം കയറിയപ്പോൾ അമ്മാമ്മയുടെ അസുഖം അച്ചാനും ഉണ്ടായി, അകരൂനും കുഴഞ്ഞു വീണ് എല്ലാവരും എന്നെ കൊണ്ട് തന്നെ എല്ലാം കൊണ്ട് പറയിപ്പിക്കുക. മനസ്സിലാകുന്നുണ്ടോ? അകരോൻ അങ്ങ് ചെന്നില്ല. അകരോനും ഹോർ പർവ്വതം കയറുമ്പോൾ 2 മരണമായപ്പോ മോശ ഞെട്ടി. മോശയ്ക്ക് ഇപ്പൊ ഒറ്റ പ്രാർത്ഥന, ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിപ്പാൻ തക്കവണ്ണം എന്റെ ദിവസം എന്നാന്ന് എന്നെ ഒന്ന് അറിയിക്കണം. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ആണേലും സ്വോത്രം പറയണേ. വീട്ടിൽ 2 മരണം പുറകെ. ഹല്ലേലൂയ. മിരിയാം മരിച്ചു, അഹരോൻ മരിച്ചു. ഇപ്പൊ മോശ പറയണം, അയ്യോ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. ഈ പകൽ സന്തോഷമുണ്ടെങ്കിൽ ആ കരമൊന്ന് ചേർത്തടിച്ച് ഒരു നിമിഷം ദൈവത്തെ സ്തുതിച്ച് വീഴാതെ വണ്ണം തന്റെ മഹിമയുള്ള സന്നദ്ധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിൽക്കുവാൻ അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ 2 കരമടിച്ച് ഒരു നിമിഷം ഒന്നിച്ച് ദൈവത്തെ ആത്മാവിൽ ആരാധിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. 65-ാമത്തെ പുസ്തകത്തിന് തിരശ്ശീല വീഴുക, വെളിപ്പാടിലോട്ട് കയറാൻ പോകുകയാണ്. 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പറന്ന് ആരാധിക്കുന്ന, ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന, മുടി ഹിമത്തേക്കാൾ വെണ്മയായ, കണ്ണ് അഗ്നിജാലയ്ക്കൊത്ത, മുഖം സൂര്യശോഭയുള്ള, മാറത്ത് പൊൻകച്ച കെട്ടിയ, ഉലയിൽ ഊതിപ്പഴിപ്പിച്ച വെള്ളോട് സദൃശ്യമായ കാലുള്ള, നിലയങ്കേരി ധരിച്ച, നിലവിളക്കിന് നടി ഉലാവുന്ന യേശുവിനെ കാണാൻ പോകുകയാ. അതിനു മുമ്പേ നമ്മോട് പറയുന്നു, വീഴരുത്.
ഈ ദൂത് നിങ്ങൾക്ക് മനസ്സിലായെങ്കിലും ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. വീഴാതെ വണ്ണം തൻ്റെ മഹിമയുള്ള സന്നദ്ധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ കഴിവുള്ള ദൈവം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒരൊറ്റ ചിന്ത മതി നാം തകരാൻ കേട്ടോ. ഈ പിശാചായിത്തീർന്ന ദൂതനെ വാസ്തവത്തിൽ ഒരു പാപവും ചെയ്തില്ല. അവനോട് തെറ്റിദ്ധരിക്കല്ല. അവൻ്റെ മനസ്സിലൊരു ചിന്ത വന്നതേ ഉള്ളൂ, ഞാൻ ദൈവത്തോട് സമനാവും, എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ സിംഹാസനം മേടിക്കയറ്റി വെക്കും, ഞാൻ മേഘോന്നതങ്ങളിൽ കയറും, ഞാൻ ഉത്തരഗിരിയായ സിയോൻ ഇരുന്ന് എന്നൊക്കെ ഒന്ന് ചിന്തിച്ചതേ ഉള്ളൂ. പാപം ചെയ്തില്ല. ചിന്തിച്ചപ്പോഴേ അവനെ പിശാചാക്കി മാറ്റി. അപ്പൊ നമ്മുടെ ചിന്തകളെ വിവേചിക്കുന്ന ഒരു ദൈവം. ഒരു പുള്ളിക്കാരൻ ചുമ്മാതിങ്ങനെ മുറ്റത്തൂടെ നടക്കാൻ പോയപ്പോൾ കഴിഞ്ഞ ദിവസം പണിത് ആ പൂന്തോട്ടം എല്ലാം കണ്ടും വെച്ച് ആടുന്ന ആ പൂന്തോട്ടത്തിൻ്റെ മണ്ടയ്ക്കൂടെ കയറിയിട്ട് ഇതൊക്കെ എൻ്റെ ധനമാഹാത്മ്യത്തിൽ ഞാൻ പണിത മഹതിയ എന്നൊക്കെ മനസ്സിൽ നിന്ന് ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. ഞാനത് 2 പ്രാവശ്യം പറഞ്ഞുള്ളൂ. പുള്ളി പിറ്റേ ദിവസം തൊട്ട് കാളയെ പോലെ പുല്ലില്ലാന്ന് തുടങ്ങി. ഹലോ, ഒരു പുള്ളിക്കാരൻ ശുശ്രൂഷ കണ്ടുകൊണ്ടിരുന്നപ്പോൾ തോന്നി ഞാൻ ഏതായാലും രാജാവ് എന്നാൽ പിന്നെ ശുശ്രൂഷ കൂടെ ചെയ്തേക്കാന്ന് വെച്ച് പുള്ളി കയറി ശുശ്രൂഷ ചെയ്തോണ്ടിരുന്നപ്പോൾ നെറ്റിക്ക് എന്നെ പൊങ്ങി. മനസ്സിലാകുന്നുണ്ടോ? ഒരു ചിന്ത ദൂതനെ പിശാചാക്കി. ഒരു ചിന്ത ഒരുത്തനെ പുലി തെറ്റിച്ചു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ നമ്മുടെ ഹൃദയം വായിക്കുന്ന ഒരു ദൈവം ഇവിടെയുണ്ട്. കർത്താവിന്റെ തിരുമേശ എടുക്കാൻ പോവാ. വിറയാർന്ന കരങ്ങളോട് വേണം നീ തൊടാൻ. ഹല്ലേലൂയ. മഹത്വമുള്ള ശുശ്രൂഷയുടെ ലീഡറായി വിളിച്ച അഹരോൻ വീണു മരിച്ചു. മിരിയാം വീണു മരിച്ചു. കണ്ട യൂദ എഴുതി വീഴാതെ വണ്ണം. നിങ്ങൾ ഈ വാക്യം ഗ്രഹിച്ചെങ്കിൽ നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞു, ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ. ഇന്ന് പകൽ ഒരു പുതിയ മാനസാന്തരം സഭയ്ക്കുണ്ടാകണം. ഹല്ലേലൂയ. ഈ വചനം ഇനിയും ഉള്ളി ക്രിയ ചെയ്യണം. റെക്കോർഡിംഗ് ഉണ്ടെങ്കിൽ ഇട്ട് കേൾക്കണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാൻ പോകുകയാണ്. എല്ലാ കണ്ണുകളും അടയ്ക്കുക. ദൈവദാസന് തന്നൊരു സമയമുണ്ട്. ഞാൻ ആ സമയം കൃത്യമായി പാലിക്കുന്നു. നമുക്ക് കണ്ണടച്ച് പ്രാർത്ഥിക്കാം. ഇനി നമ്മൾ തമ്മിൽ കാണുമോ ഒന്നും എനിക്കറിയത്തില്ലെങ്കിലും ദൈവാത്മാവിൻ്റെ ഇടപെടൽ നമുക്കിന്ന് പോലെ അനുഗ്രഹമായി ഭവിക്കട്ടെ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. ഞങ്ങളുടെ നല്ല കർത്താവേ, നിന്റെ ദാസനെയും തൻ്റെ ഒപ്പം ശുശ്രൂഷിക്കുന്ന സഹശുശ്രൂഷകരെയും ഈ വിലപ്പെട്ട സഭയെയും വിശ്വാസി മക്കളെയും എളിയവൻ അവിടുത്തെ ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പകൽ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഈ ജനം അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ സഭ അനുഗ്രഹിക്കപ്പെടട്ടെ. ദേശത്തെ വെറൈറ്റിയുള്ള ഒരു സഭയായി, സാക്ഷ്യമുള്ള ഒരു സഭയായി, മാതൃകയുള്ള ഒരു സഭയായി, ദൈവകൃപ ജ്വലിക്കുന്ന ഒരു സഭയായി, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവർത്തികൾ യേശുവിൻ്റെ നാമത്തിൽ നടക്കുന്ന ഒരു സഭയായി ഈ സഭയെ ദൈവം തീർക്കണം. സ്വർഗ്ഗത്തിലും ഭൂമിക്കും നാഥനായ നസറേയനായ യേശുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ.